ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2 ദിനവൃത്താന്തം 5-ാം അധ്യായം. ദേവാലയത്തിൻ്റെ പണികളെല്ലാം സമാപിച്ചപ്പോൾ സോളമൻ തൻ്റെ പിതാവായ ദാവീദ് പ്രതിഷ്ഠിച്ചിരുന്ന വെള്ളിയും പൊന്നും മറ്റെല്ലാ ഉപകരണങ്ങളും ആലയത്തിൻ്റെ ഭണ്ഡാരങ്ങളിൽ നിക്ഷേപിച്ചു. പേടകം ദേവാലയത്തിൽ. കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം ദാവീദിൻ്റെ നഗരമായ സിയോനിൽ നിന്ന് കൊണ്ടുവരുവാൻ ഇസ്രായേൽ ഗോത്രങ്ങളുടെയും കുലങ്ങളുടെയും കുടുംബങ്ങളുടെയും തലവന്മാരായ നേതാക്കളെയെല്ലാം സോളമൻ ജെറുസലേമിലേക്ക് വിളിപ്പിച്ചു. 7-ാം മാസത്തിൽ ഉത്സവ സമയത്ത് ഇസ്രായേൽ ജനം രാജാവിൻ്റെ മുമ്പിൽ സമ്മേളിച്ചു. ഇസ്രായേൽ നേതാക്കൾ എല്ലാവരും വന്നുകൂടിയപ്പോൾ ലേവ്യർ പേടകം എടുത്തു. പുരോഹിതന്മാരും ലേവ്യരും ചേർന്ന പേടകവും സമാഗമ കൂടാരവും അതിലെ സകല വിശുദ്ധോപകരണങ്ങളും ദേവാലയത്തിൽ കൊണ്ടുവന്നു. സോളമൻ രാജാവും അവിടെ കൂടിയിരുന്ന ഇസ്രായേൽ സമൂഹവും പേടകത്തിന് മുമ്പിൽ അസംഖ്യം ആടുകളെയും കാളകളെയും ബലിയർപ്പിച്ചു. അതിനുശേഷം പുരോഹിതന്മാർ ഉടമ്പടിയുടെ പേടകം അതിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി. ആലയത്തിൻ്റെ അന്തർമന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കെരൂബുകളുടെ ചിറകിൻ കീഴിൽ പ്രതിഷ്ഠിച്ചു. കെരൂബുകൾ പേടകത്തിന് മുകളിൽ ചിറക് വിടർത്തി നിന്നിരുന്നതിനാൽ അവ പേടകത്തെയും അതിൻ്റെ തണ്ടുകളെയും മൂടിയിരുന്നു. തണ്ടുകൾക്ക് നീളമുണ്ടായിരുന്നതിനാൽ ശ്രീകോവിലിന് മുമ്പിലുള്ള വിശുദ്ധ സ്ഥലത്ത് നിന്നാൽ അവയുടെ അഗ്രം കാണാമായിരുന്നു. എങ്കിലും പുറമേ നിന്ന് ദൃശ്യമായിരുന്നില്ല. ഇന്നും അവ അവിടെയുണ്ട്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ കർത്താവ് അവരുമായി ഉടമ്പടി ചെയ്ത ഹോറേബിൽ വച്ച് മോശ പേടകത്തിൽ നിക്ഷേപിച്ച 2 കൽപ്പലകകളല്ലാതെ മറ്റൊന്നും അതിൽ ഉണ്ടായിരുന്നില്ല. അവിടെ കൂടിയിരുന്ന എല്ലാ പുരോഹിതന്മാരും ഗണഭേദമന്യേ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തു വന്നപ്പോൾ ആസാഫ്, ഹേമാൻ, യെദൂഥൂൻ എന്നിവരും അവരുടെ പുത്രന്മാരും ബന്ധുക്കളുമായി സംഗീതജ്ഞരായ ലേവ്യരൊക്കെയും ചണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിഞ്ഞരങ്ങളും പിടിച്ച് ബലിപീഠത്തിന് കിഴക്കുവശത്ത് കാഹളം ഊതിക്കൊണ്ടിരുന്ന 120 പുരോഹിതന്മാരോട് ചേർന്ന് നിന്നു. കാഹളമൂത്തുകാരും ഗായകരും ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ കർത്താവിന് കൃതജ്ഞതാസ്തോത്രങ്ങൾ ആലപിച്ചു. കാഹളം, കൈത്താളം, മറ്റു സംഗീതോപകരണങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി അവർ കർത്താവിനെ സ്തുതിച്ച് പാടി. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ ആലയത്തിൽ ഒരു മേഘം വന്ന് നിറഞ്ഞു. ദേവാലയത്തിൽ കർത്താവിൻ്റെ തേജസ് നിറഞ്ഞു നിന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ തുടരാൻ സാധിച്ചില്ല.